ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാനലിൽ നമ്മൾ ഒത്തിരി ജോബിൻ്റെ വാക്കൻസീസ് പരിചയപ്പെടുത്താറുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ജോബുകളാണ് മെയിൻലി വരുന്നത്. IT ജോബ്സ്, ഗവൺമെൻറ് ജോബ്സ്, ബാങ്കിങ് ജോബ്സ്, അങ്ങനെ പലതരത്തിലുള്ള അർജൻറ്റ് ഹയറിംഗ് ആയിട്ടുള്ള ജോബ്സ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യാറുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലും അതുപോലെ തന്നെ ഇൻഫോ പാർക്കിലും വന്നിരിക്കുന്ന കുറച്ച് വാക്കൻസീസിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ്സ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനെല്ലാത്തിനും എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കും, ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ കണ്ട് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോബ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീഡിയോ കണ്ടതിന് ശേഷം അപ്ലൈ ചെയ്യുക. താല്പര്യമുള്ളവർ ലിമിറ്റഡ് ടൈം പീരീഡ് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കൂടെ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ടും കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ വേക്കൻസീസ് ഏതാണെന്നുള്ളത് കണ്ടാലോ. ആദ്യമായിട്ട് വന്നിരിക്കുന്നത് കൊച്ചിയിലത്തെ ഇൻഫോ പാർക്കിലെ കുറച്ച് ജോബുകളെ കുറിച്ചിട്ട് പരിചയപ്പെടാം. 3 വാക്കൻസീസ് ആണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആദ്യം വന്നിരിക്കുന്ന ജോബ് ട്രെയിനി പോസ്റ്റാണ്. ഫ്രഷേഴ്സിന് മാത്രമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ജൂനിയർ നെറ്റ്വർക്ക് ടെക്നീഷ്യൻ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അങ്ങനെ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഫ്രഷർ ജോബാണ്. ക്വാളിഫിക്കേഷൻ വന്നിട്ട് ഒന്നല്ലെങ്കിൽ BCA, അതല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ എടുത്ത ആൾക്കാർക്കാണ് മുൻഗണന. അവർക്കൊക്കെ ഈ ഒരു മെയിൽ ID അപ്ലൈ ചെയ്യാം. മെയിൽ ID താഴെ കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അകത്ത് സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് ഈ ഒരു പോസ്റ്റിൻ്റെ പേര് വെച്ചിട്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വേണം കേട്ടോ അയച്ചു കൊടുക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് പോസ്റ്റ് വന്നിട്ട് AI ഡെവലപ്പറുടെ പോസ്റ്റാണ്. ഈ ഒരു ജോബിൻ്റെ അകത്തും അവർ എക്സ്പീരിയൻസിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആകെ അവർ പറഞ്ഞിരിക്കുന്നത് IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, അതുപോലെ തന്നെ പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിലൊക്കെ കുറച്ചൊരു അറിവുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട മെയിൽ ID താഴെ കൊടുത്തിരിക്കുന്നതാണ്. കരിയർ സെറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു മെയിൽ ID നിങ്ങളുടെ റെസ്യൂമ് ഫോട്ടോ സഹിതം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി മൂന്നാമത്തെ പോസ്റ്റ് വന്നിട്ട് ജൂനിയർ സോഷ്യൽ മീഡിയ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 2 മുതൽ 4 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ്. പ്രത്യേകിച്ച് അങ്ങനെ ക്വാളിഫിക്കേഷനോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഇതിൻ്റെ അകത്ത് ഈ ഒരു പോസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട മെയിൽ ID പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് പോസ്റ്റ് വന്നിട്ട് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ വന്നിരിക്കുന്ന കുറച്ച് പോസ്റ്റുകളാണ്. ആദ്യത്തെ പോസ്റ്റ് വന്നിട്ട് ടെക്നിക്കൽ കണ്ടന്റ് റൈറ്ററുടെ പോസ്റ്റാണ്. അതിൻ്റെ അകത്ത് 1 to 2 years ആണ് എക്സ്പീരിയൻസ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷോ അതല്ലെങ്കിൽ ജേർണലിസോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫീൽഡിൽ 1 to 2 years കുറഞ്ഞത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട മെയിൽ ID താഴെ കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ കാര്യങ്ങളും ആ ഒരു CVയുടെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തെ പോസ്റ്റ് വന്നിട്ട് സിസ്റ്റം സപ്പോർട്ട് എഞ്ചിനീയറുടെ പോസ്റ്റാണ്. ലിനക്സ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, ട്രബിൾ ഷൂട്ട്, വിൻഡോസ്, ഇതിലൊക്കെ കുറച്ചൊരു അറിവുള്ള ആൾക്കാരായിരിക്കണം. കൂടാതെ എക്സ്പീരിയൻസ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ഈ ഒരു ഫീൽഡിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അവർക്കൊക്കെ മെയിൽ അയക്കാവുന്നതാണ്. CV മെയിൽ ID താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് പോസ്റ്റ് വന്നിട്ട് PHP ഡെവലപ്പറുടെ പോസ്റ്റാണ്. 3 to 4 years ആണ് എക്സ്പീരിയൻസ് വന്നിട്ട്. വേർഡ് പ്രസ്, ആംഗുലർ, റിയാക്ട്, ഇതിലൊക്കെ ഒരു പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ PHPയിലും അറിവുണ്ടായിരിക്കണം. അവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ആ ഒരു മെയിൽ IDയിലോട്ട് നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത്. യൂസ്ഫുൾ ആയിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ജോബിൻ്റെ വേക്കൻസിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.